ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട് ഗോഹത്തിയിലുണ്ടായ സംഘർഷങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് CID സമൻസ്. അസം CID ആണ് സമൻസ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കും സമൻസ് ലഭിച്ചതായി വിവരമുണ്ട്. അച്യുതൻ വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിശദാംശങ്ങൾ. SK ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അത് ഗുവാഹട്ടി നഗരത്തിലേക്ക് യാത്ര പ്രവേശിക്കുന്ന സമയത്ത് പോലീസ് അവിടെ ബാരിക്കേഡുകൾ വച്ച് തടഞ്ഞിരുന്നു. അവിടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയാണ് അന്നുണ്ടായിരുന്നത്. അന്ന് പോലീസ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കേസെടുക്കുകയുമുണ്ടായി. അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയും മറ്റ് പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തത്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അസം CID രാഹുൽ ഗാന്ധിക്ക് സമൻസ് നൽകിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുമാണ് ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നത്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗുവാഹട്ടിയിലെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ CID നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നേതാക്കളിൽ നിന്ന് ആരും തന്നെ ലഭിച്ചിട്ടില്ല. യാത്ര ഇപ്പോൾ ഉത്തർപ്രദേശിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും യാത്രയുടെ പര്യടനം ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങുക. കാരണം ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസ് അത് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനായി കോടതിയിൽ ഹാജരാകും. ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇന്ന് യാത്ര ആരംഭിക്കുക. താങ്ക് യു അച്യുതൻ.